ഹായ് ഫ്രണ്ട്സ്, ഫിഷ് കണ്ടർ എന്ന ഈ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിരിക്കുന്ന നമ്മളുടെ ഈ ഇന്ത്യ രാജ്യത്ത് ഉൾനാടൻ മത്സ്യകൃഷിയുടെ അനന്തമായ സാധ്യതകൾ കണ്ടറിഞ്ഞ് ആ മേഖലയിൽ കടന്നു വന്നിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. അതിൽ ഭാരതത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കൊന്നത്തിരി വില്ലയിലുള്ള പാറത്തോട് എന്ന സ്ഥലത്താണ്. പീനാമല സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള പാറത്തോട് എന്ന സ്ഥലത്താണ്. ഇവിടെ മത്സ്യകൃഷി ചെയ്യുന്ന ഈ അഭ്യസ്തവിദ്യനായ ഈ ചെറുപ്പക്കാരനെ ഇപ്പോൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അജിയുടെ കുളം ഒന്ന് പരിചയപ്പെടാം. ഇത് നിങ്ങൾക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയാം, അതൊരു നാച്ചുറൽ പോണ്ടാണ്. ഇതിൽ ധാരാളം മത്സ്യങ്ങൾ അദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ട്. പല വെറൈറ്റിയിലുള്ള മത്സ്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഇപ്പോൾ തീറ്റിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തീറ്റ എടുക്കാൻ തക്കവണ്ണം അതിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. കാരണം അത് ഓൾറെഡി രാവിലെ തന്നെ ധാരാളം ഫീഡ് എടുത്തതിനാൽ ഇപ്പോൾ അതിന് വലിയ താല്പര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, പല വെറൈറ്റി മത്സ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ തക്കണം കഴിയും. മിങ്കിൾ ചെയ്താണ് അദ്ദേഹം ഇവിടെ മീനെ വളർത്തുന്നത്. ഇപ്പോൾ അജിയുടെ കുളത്തിൽ നിന്ന് തന്നെ അദ്ദേഹം പിടിച്ച നട്ടർ അല്ലെങ്കിൽ റെഡ് ബെല്ലി എന്ന് പറയുന്ന മത്സ്യമാണ്. ഏകദേശം ഒരു 1/2 കിലോയോളം അത് വളർന്നിട്ടുണ്ട്. വല ഉപയോഗിച്ചാണ് അദ്ദേഹം ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇതിനൊരു 200 രൂപ തോതിൽ അദ്ദേഹത്തിന് വിൽക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിരന്തരമായിട്ട് ഇതിന് വാങ്ങിക്കുന്ന ഫ്ലോട്ടിംഗ് ഫീഡ് തന്നെയാണ് കൊടുക്കാറുള്ളത്. അതുപയോഗിച്ച് തന്നെയാണ് ഇത്രയും വളർത്തിയെടുത്തിട്ടുള്ളത് അദ്ദേഹം. ഈ മത്സ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ മത്സ്യത്തിന് മറ്റ് മീനുകളെ അപേക്ഷിച്ച് വളർച്ച കൂടുതലുണ്ട്. നട്ടർ മത്സ്യത്തിന് അതൊരു 4 മാസം കൊണ്ട് തന്നെ ഏകദേശം ഒരു 1/4 കിലോയോളം വളർച്ച പ്രാപിക്കുന്നതായിട്ടാണ് ഈ അജി എന്നോട് പറഞ്ഞത്. ഹാർവെസ്റ്റിംഗ് ടൈമിൽ മത്സ്യത്തെ വാങ്ങിക്കാൻ തക്കണം ചുറ്റുവട്ടത്തുള്ള ധാരാളം ആളുകൾ വരുന്നുണ്ട്. അവർ പല വിധത്തിൽ അവർക്കത് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. അത് ചില ആളുകൾ ചൂണ്ടയിട്ട് തന്നെ മീൻ പിടിക്കുന്നത് താല്പര്യപ്പെടുന്നവരുണ്ട്. എന്നാൽ അതുകൂടാതെ തന്നെ ഇങ്ങനെ പിടിച്ചെടുക്കുന്ന മത്സ്യങ്ങൾ എടുത്തുകൊണ്ട് പോകും. ഇനി അതുകൂടാതെ തന്നെ ഇവിടെ വരുന്ന ചെറിയ ചെറിയ മത്സ്യങ്ങളെ തങ്ങളുടെ വീട്ടിൽ കൊണ്ട് വളർത്താൻ തക്കണം ആളുകൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മിങ്കിൾ ചെയ്താണ് ഇവിടെ മീനെ വളർത്തുന്നത്. അതുകൊണ്ട് മറ്റ് മീനുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഈ വീഡിയോയിൽ തുടർന്ന് വരുന്ന ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. എന്നാൽ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ മീൻ കർഷകനെ പരിചയപ്പെടാം. പേരെന്താണ്? പേര് അജീഷ്. അജീഷ് എത്ര നാളായി ഈ ഒരു സംരംഭം ആരംഭിച്ചിട്ട്? നമ്മളിപ്പോൾ ഇത് ചെയ്തു തുടങ്ങിയിട്ട് ഒരു 3 വർഷക്കാലമായിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെ വർഷമാണ് ഇപ്പോൾ ചെയ്യാനിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്കിപ്പോൾ കൃഷി ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ മറ്റേ ഫ്ലഡ് വന്നിട്ട് ഇതെല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ രണ്ടാമത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ഫ്ലഡ് വന്നപ്പോൾ ഇതിനകത്തുള്ള മത്സ്യങ്ങളെല്ലാം വെളിയിൽ പോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഏകദേശം എത്ര ലക്ഷം രൂപയുടെ ഒരു നഷ്ടം അന്നുണ്ടായിട്ടുണ്ട്? നമ്മളിപ്പോൾ മറ്റേ ശരിക്കും ഹാർവെസ്റ്റിൻ്റെ സമയത്താണെങ്കിൽ ഒരു 4 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ കൊണ്ടുപോയിട്ടിട്ട് ഒരു 3-4 മാസം തീറ്റ കൊടുത്ത് ഒരു പകുതി വലുപ്പമായപ്പോഴാണ് എല്ലാം ഫ്ലഡിൻ്റെ സമയത്ത് നഷ്ടപ്പെട്ടു പോയത്. എന്നാലും അത് വലിയ നഷ്ടമായി പോയി. വലിയ നഷ്ടമായി പോയി. അജിക്ക് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കാൻ തക്കവണ്ണം ഒരു പ്രചോദനമേകിയ ഘടകം എന്തായിരുന്നു? അത് നമുക്ക് ഈ മത്സ്യകൃഷിയായിട്ടുള്ള മത്സ്യമായിട്ടുള്ള മറ്റേ ഫിഷ് കണ്ടിങ് ഭയങ്കര ഹരമായിട്ടുള്ളതും അതേപോലെ തന്നെ ഒരു വരുമാനം എന്ന രീതിയിലും ആണ് നമ്മളിത് ചെയ്തു തുടങ്ങിയത്. രാവിലെ ഇവിടെ ആവശ്യത്തിന് വേണ്ടി പാചകത്തിനായിട്ട് ഈ കുളത്തിൽ നിന്ന് പിടിച്ച തിലോപ്പിയാണിത്. ഇത് ഏകദേശം എത്ര മാസം പ്രായം ഉണ്ടായിരിക്കും? ഇത് 3 മാസത്തോളം പ്രായമുള്ള തിലോപ്പിയാണ്. സമയം നല്ലൊരു വളർച്ച ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, അല്ലേ? ഒരു 250 ഗ്രാം 250 ഗ്രാമത്തോളം അത് വരും. ബാക്കി മീനുകൾ ഇത് രാവിലെ ഇവർ ഈ കുളത്തിൽ നിന്നവർക്ക് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചതാണ്. കാരണം ആദ്യമേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ 2 കുളത്തിനും ഇവിടെ രാത്രി കാലങ്ങളിൽ കാവലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവർ രാത്രി കാലങ്ങളിൽ തങ്ങും. ഒരാൾ എപ്പോഴും ഇതിനകത്ത് കാവലുണ്ടായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ കുളത്തിൽ നിന്ന് പിടിച്ച ഒരു
നാടൻ മുഷിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഈ കുളം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് എങ്ങനെ നിർമ്മിച്ചു, അതിന് എത്രത്തോളം പണം ചിലവായിട്ടുണ്ട്, ഇതെങ്ങനെ ഈ കുഴിയെടുത്തു, ഇതിനെക്കുറിച്ച് അല്പം വിശദീകരിക്കുമോ? ഇത് നമ്മൾ മറ്റേ ഹിറ്റാച്ചി ഇറക്കിയിട്ട് 4 സൈഡും ബണ്ട് പിടിപ്പിച്ചു ആദ്യം. അപ്പോൾ നമ്മൾ കുറച്ച് ചെടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പം തടിയൊക്കെ ഇട്ടിട്ട് JCB തന്നെ 2 കുളമായിട്ട് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കുമ്മായി അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഇത് കൊണ്ടുവിടുക ചെയ്തു. അപ്പോൾ ഒരു 1.5-2 ലക്ഷം രൂപ എടുത്ത് മുടക്കുന്നുണ്ട് നമുക്ക് കുളം സെറ്റ് ചെയ്തതിന്. അപ്പോൾ 2 ലക്ഷം രൂപ മുടക്കിയാണ് ഈ 2 കുളങ്ങൾ. ഇതിപ്പോൾ എത്ര സെന്റ് വരും? ഈ 2 കുളം കൂടി എത്ര സെന്റ് വരും? ഏകദേശം 60 സെന്റ് കുളം വരും. 60 സെന്റ് കുളം വരും അല്ല. ഈ കുളം മീൻ കുഞ്ഞുങ്ങളെ ഇടാൻ തക്ക വിധത്തിൽ ഒരുക്കിയതിനെ കുറിച്ച് എങ്ങനെയാണ് അന്ന് ഞങ്ങളോടൊന്ന് പറയാമോ, എങ്ങനെയാണെന്ന് സംബന്ധിച്ച്? ഇത് ഒരു പുതിയ സംരംഭകൻ ഇത് ആരംഭിക്കുമ്പോൾ അദ്ദേഹം കൈക്കൊള്ളുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ ഇത് താത്തി ഇത് അതിൻ്റെ അകത്ത് കുമ്മായം വിതറി കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളം ഇച്ചിരി പൊങ്ങി കഴിയുമ്പോൾ മറ്റേ ചാണകം ഇടുക. ആദ്യം ചാണകം ഇട്ട് കഴിയുമ്പോൾ വെള്ളം ഒരു ഗ്രീൻ കളറാവും. പിന്നെ ഗ്രീൻ കളറായി കഴിയുമ്പോൾ നമുക്ക് pH നോക്കുക. pH ലെവൽ ഒരു 7.5 ഒക്കെ വരുമ്പോൾ നമുക്ക് മീൻ കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്തേക്ക് നിക്ഷേപിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഉണ്ടാക്കുന്ന കുളത്തിന് എത്രത്തോളം ആഴം വേണ്ടി വരും? ഏകദേശം 1 മീറ്ററോളം ആഴം മതിയാവും. 1 മീറ്റർ ആഴം മതി അല്ലേ? അപ്പോൾ ഈ കുമ്മായം തൂളിയിട്ട് എത്ര ദിവസം നമ്മളിങ്ങനെ ഇട്ടിരിക്കണം? കുമ്മായം നമ്മൾ നമ്മൾ താത്തി കഴിയുമ്പോൾ അപ്പം തന്നെ ഇടുക. അപ്പോൾ വെള്ളം പൊങ്ങുന്നതനുസരിച്ച് ആ സമയമുണ്ടല്ലോ, ആ സമയം ഒരു 7-8 ദിവസം അങ്ങനെ നിന്നാൽ മതി. നിന്നിട്ട് പിന്നെ ചാണകം ഇടുക, ഇട്ട് കൊടുക്കുക അല്ലേ? എത്രത്തോളം ചാണകം ഇട്ടിട്ടുണ്ട് വരും? ഇതുപോലുള്ള ഒരു പോയിന്റിനകത്ത് എത്രത്തോളം ചാണകം ഇട്ടിട്ടുണ്ട്? ഒരു 10-20 പാട്ടയൊക്കെ ഇട്ടാൽ മതി. 20 പാട്ട ചാണകം ഇട്ടാൽ ശരി. നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് ഗ്രീൻ കളർ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതായത് ചാണകത്തിന്റെ ലെവൽ കൂടുന്നതനുസരിച്ച് അതിന്റെ ഗ്രീൻ കളർ കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഗ്രീൻ കളർ എന്നാലാണ് നമുക്ക് ഓക്സിജൻ അല്ലെങ്കിൽ സൂര്യപ്രകാശം അടിയിലേക്ക് ചെല്ലാൻ പറഞ്ഞാൽ അന്നേരം ഓക്സിജന്റെ അളവ് കൂടും. അപ്പോൾ ഈ കുളത്തിൽ നാടൻ മുഷിയുണ്ട്. നാടൻ മുഷിക്ക് നല്ല കിട്ടുന്നുണ്ട്. കാരണം സ്വാഭാവികമായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥ ഈ നാച്ചുറൽ പോണ്ടിലുള്ളതുകൊണ്ട് ആ മുഷിക്ക് വളരെ അനുകൂലമായിട്ടുള്ള വളരാനുള്ള സാഹചര്യം അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ വാളയും നന്നായിട്ട് വളരും. വാളയ്ക്കും പറ്റിയൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. സ്വാഭാവികമായിട്ടുള്ള കുളത്തിലാണ് വാള നന്നായിട്ട് വളരുന്നത്. പടുതാക്കുളത്തിൽ അതിന് വളർച്ച കുറവായിരിക്കും. ഇവിടെ ഹാർവെസ്റ്റിംഗ് നടത്തുന്നത് മിക്കവാറും വല ഉപയോഗിച്ച് തന്നെയാണ് ഹാർവെസ്റ്റിംഗ് നടത്താറുള്ളത്. അപ്പോൾ ഇവിടെ പിടിച്ച വാള ഏകദേശം ഒരു 1.5 കിലോ വലിപ്പം വച്ചിട്ടുണ്ട്. ഇവിടെ ചൂണ്ടയിട്ട് ആളുകൾക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യവും ഇവർ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തോട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചില വിശദാംശങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഇതുപോലുള്ള ഒരു പോണ്ടിനകത്ത് എത്രത്തോളം മത്സ്യങ്ങളെ നിക്ഷേപിക്കാൻ തക്ക സാധിക്കും? അതിപ്പോൾ നമ്മളിപ്പോൾ നിക്ഷേപിക്കുന്ന മത്സ്യത്തിൻ്റെ ഇതനുസരിച്ചിരിക്കും. ഇപ്പോൾ അനാബാസ് പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് വോളിയം കൂടുതൽ ചെയ്യാൻ പറ്റും. ശരി. ഇപ്പോൾ സിലോപ്പിയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് 4000 നമ്മൾ തീറ്റ അതനുസരിച്ച് കൊടുക്കുകയും ചെയ്യണം. തീറ്റ കൊടുക്കുക. പിന്നെ ഓക്സിജൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് ഈ ഓക്സിജൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെറിയ പമ്പ് വെച്ച് കൊടുത്ത് ഓക്സിജൻ ചെയ്യുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് പനി വരുന്നതിന് എയറേഷൻ ഈ നാച്ചുറൽ കുളത്തിൽ ആവശ്യമാണെന്ന് ആവശ്യമുണ്ട്. അതാണ് പെട്ടെന്ന് വളരുള്ളൂ. അതെങ്ങനെ നമ്മൾ തിരിച്ചറിയും നാച്ചുറൽ കുളത്തിൽ ഇതിന് ഓക്സിജൻ ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഘട്ടം? മീനെല്ലാം പൊങ്ങി വരും, മുകളിലേക്ക് പൊങ്ങി ഇങ്ങനെ വായു ഇങ്ങനെ ഓക്സിജൻ എടുത്തോണ്ടിരിക്കും മുകളിൽ നിന്ന്. അതതിന്റെ സൂചനയാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? എയറേറ്റ് വെച്ച് കൊടുക്കണോ അതോ വെള്ളം പമ്പ് ചെയ്ത് തന്നെ വീണ്ടും റൊട്ടേറ്റ് ചെയ്യണോ? റൊട്ടേറ്റ് ചെയ്താലും മതി. അതായത് ഇച്ചിരി മുകളിലേക്ക് പോണ്ടിലേക്ക് മുകളിലേക്ക് ഇത് ചെയ്തിട്ട് മറ്റേ ചെറിയ പമ്പ് കിട്ടും നമുക്ക് ഇതിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് വെള്ളം ചാടിച്ചിട്ട് ബബിൾ ഉണ്ടാക്കിയാൽ മതി. ഈ ബബിളിൻ്റെ അകത്ത് നിന്ന് ഓക്സിജൻ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇപ്പൊ ഈ മീൻ വെള്ളത്തിൽ അജി അഭിമുഖീകരിച്ച ചില പ്രതിസന്ധികളെ സംബന്ധിച്ച് പറയാമോ? ഇനി പ്രതിസന്ധികൾ എന്ന് വെച്ചാൽ മെയിൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആളുകൾ പിടിച്ചോണ്ട് പോകുക എന്നുള്ളതാണ് മെയിൻ പ്രതിസന്ധി. നമ്മളിപ്പോൾ ഇതിന് കാവലില്ലെങ്കിൽ തന്നെ ഇതിൻ്റെ അന്ന് ആളുകൾ പിടിച്ചോണ്ട് പോകും. നമുക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കാവലെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആണ് ആ ഷെഡ്. ആ ഷെഡാണ് അല്ലേ? അപ്പോൾ അതിനകത്ത് എന്നും ആളുകൾ കാവൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. രാത്രി ഏകദേശം ഒരാൾ കാവലുണ്ടാവും. ഓ ശരി. അപ്പോൾ ഈ കുളത്തിൽ ഇപ്പം നിലവിൽ മത്സ്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പുറത്തെ കുളത്തിലിട്ടിരിക്കുന്ന മീനുകളെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് ഫീഡിട്ട് കൊടുത്താൽ ഇപ്പോൾ അതങ്ങനെ വരുന്നില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഓൾറെഡി വയറ് നിറഞ്ഞിരിക്കുന്നതിനാൽ അങ്ങനെ തീറ്റെടുക്കാൻ വരുന്നില്ല. എന്നാൽ ഏതാനും മത്സ്യങ്ങൾ വരുന്നുണ്ട്. നിറയെ മത്സ്യങ്ങൾ ഈ പോണ്ടിൽ യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ വാളയും തിലോപ്പിയും ഇപ്പോൾ ഇതിൽ ഉണ്ട്. അത് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയും. ഇത് ഏകദേശം ഒരു 4 മാസത്തോളം വളർച്ച പ്രാപിച്ച മത്സ്യങ്ങളാണ്. അപ്പോൾ ഏത് തരം മത്സ്യത്തെയാണ് അജി ഇതിനകത്ത് നിങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിക്ഷേപിച്ച് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത്? നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളതെന്ന് വെച്ചാൽ സിലോപ്പിയാണ്.
സിലോപ്പിയാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വിറ്റുപോകുന്നത്. ബാക്കിയുള്ള മീനുകളെക്കാളും വിറ്റുപോകാൻ സാധ്യത കൂടുതൽ എല്ലാവർക്കും താല്പര്യം സിലോപ്പിയോടാണ്. അപ്പോൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? എവിടെ നിന്ന് കിട്ടി, എങ്ങനെയാണ്? മത്സ്യക്കുഞ്ഞുങ്ങൾ നമ്മൾ ആലപ്പുഴ പമ്പ എന്ന് പറഞ്ഞൊരു ഫിഷറീസിന്റെ ആണോ? അല്ല, പ്രൈവറ്റ് ഫാം. അവിടെ നിന്നാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിന് എത്ര രൂപ വെച്ച്? അവിടെ ഏകദേശം 4 രൂപ. പിന്നെ നമ്മുടെ ഇതിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും വില. ഇപ്പൊ ഇതിന് ഏതെങ്കിലും വിധത്തിലുള്ള മറ്റ് സാങ്കേതിക സഹായങ്ങൾ ഫിഷറീസിന്റെ പക്ഷത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഇപ്പൊ നിലവിൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ലഭിച്ചിട്ടില്ല. ഈ വർഷം അവർ കുഞ്ഞുങ്ങൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ നമുക്ക് നിക്ഷേപിക്കാനാണ് ഇപ്പൊ ഇത് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പൊ ഫിഷറീസ് നമുക്ക് ഒരു സംരംഭന മത്സ്യക്കുഞ്ഞുങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആവശ്യമായിരിക്കുന്നത്? എങ്ങനെ? ഇപ്പോൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ ഒരു സംരംഭന ഈ ഫിഷറീസിൽ നിന്ന് ലഭിക്കണമെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ എന്താണ്? ഓരോ വർഷം ഓരോ പ്രോജക്റ്റ് ആണല്ലോ. ആ പ്രോജക്റ്റ് അനുസരിച്ച് അവർ ഈ വർഷം വയ്ക്കുന്ന പ്രോജക്റ്റ് നമ്മുടെ ഇതുമായിട്ട് ഇതാണെങ്കിൽ മാത്രമാണ് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ കൊണ്ട് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ എത്ര കുഞ്ഞുങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടണം. ശരി, അതനുസരിച്ച് കുഞ്ഞുങ്ങൾ അവർ തരും അല്ലേ? നമ്മുടെ സ്ഥലത്തിന്റെ ഇതനുസരിച്ച് വലിപ്പം അനുസരിച്ചാണ് അവർ കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്യുന്നത്. അത് ശരി. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കഴിവതും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. വരും ദിവസങ്ങളിൽ കൂടുതൽ മത്സ്യകർഷകരുടെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ തക്കണം സാധിക്കും. ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അജി, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിക്കുകയും വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രദാനം ചെയ്തതിനും വളരെ നന്ദി.